നമസ്കാരം ഗൈസ്, വെൽക്കം ബാക്ക് ടു കൊറിയ വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്നൊരു സ്പെഷ്യൽ യാത്രയ്ക്ക് പോകട്ടാ. നമ്മളിന്ന് കാനഡയിൽ നിന്ന് അമേരിക്കയിലോട്ട് ബസ്സിൽ ആൾക്കാരെ കൊണ്ട് പോവാണ്. ആദ്യമായിട്ടാണ് ഞാൻ ആൾക്കാരെ വെച്ചിട്ട് പോകണം കേട്ടോ. അതിന് ചെറിയൊരു ഭയമുണ്ട്. നമ്മൾ അത് രാവിലെ 4 മണിക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങി ഡീസലൊക്കെ അടിച്ച് വണ്ടി സെറ്റപ്പാക്കി ഇറങ്ങി. അപ്പോൾ കമ്പനിയിൽ നിന്ന് ഒരു ഏകദേശം 200 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യേണ്ട ലൊക്കേഷൻ. അങ്ങനെ പതിയെ ഓടി 5:45 നമ്മൾ ഹോട്ടലിൻ്റെ വാതിക്കലോട്ട് എത്തി. പഴമയുടെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൻ്റെ പുറം വശത്ത് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ചെടികളൊക്കെ വളർത്തി നല്ല രസമാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഈ സ്ട്രീറ്റൊക്കെ ഇത്ര എംപ്റ്റി. ഞാൻ ഈ ഗ്രൂപ്പിനെ ഈ ഹോട്ടലിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് ഞാൻ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അന്നൊക്കെ ഈ സ്ട്രീറ്റിൽ നടക്കാനേ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ച വെളുപ്പിന് 6 മണി സമയമായതുകൊണ്ട് ആരും ഇല്ല റോട്ടിലൊന്നും. ഞാൻ വണ്ടിയൊക്കെ ഡോറൊക്കെ തുറന്നിട്ടും കൊടുത്തു അവർക്ക് ലഗേജൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങ് വെയിറ്റ് ചെയ്തു. ഒരു 6-6:30 ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ ലോഡാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കറക്റ്റ് 6:30 ആയപ്പോഴേക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. 8 കുട്ടികളും 2 ടീച്ചർമാരാണ് വണ്ടി കയറിയത്. 28 സീറ്റുള്ള വണ്ടിയാണ്, പക്ഷേ അവർ 10 പേരുടെ ഗ്രൂപ്പായിരുന്നു. അങ്ങനെ എല്ലാവരെയും കയറ്റി പാസ്പോർട്ടൊക്കെ ഉണ്ടല്ലെന്ന് ഉറപ്പ് വരുത്തി ഞങ്ങൾ ബോർഡർ ലക്ഷ്യമാക്കി വണ്ടി വിട്ടു. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറുള്ളൂ ബോർഡറിൽ. റെയിൻബോ ബ്രിഡ്ജ് വഴിയാണ് നമ്മളിന്ന് ബോർഡർ കിടക്കുന്നത്. ഡ്യൂട്ടി ഫ്രീ എല്ലാം പാസ് ചെയ്ത് നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് പാലത്തിലോട്ട് കയറുന്നു. ഈ പാലം വഴി ആൾക്കാർക്ക് നടന്നും US കടക്കാം. അപ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നയാഗര ഫോൾസൊക്കെ കാണാൻ പറ്റും. ബോർഡർ ക്രോസ് ചെയ്തു. വണ്ടി നമ്മൾ ന്യൂയോർക്കിലോട്ട് ഇറക്കി. ചോദ്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരുന്നു, സ്ട്രെയിറ്റ് ഫോർവേഡ്. ലാസ്റ്റ് എന്നാണ് US വന്നത്, ഇനി എപ്പോൾ തിരിച്ചു പോകും, എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യാനുണ്ടോ, കയ്യിൽ ക്യാഷ് ഉണ്ടോ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അയാൾ വിട്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സൊക്കെ അമേരിക്കൻ സിറ്റിസൺസ് ആയതുകൊണ്ട് അവരോട് അധികം ചോദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്കയിലൂടെ ഈ കൊമേഴ്ഷ്യൽ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പം നമ്മൾക്ക് ഒരു ട്രക്ക് GPS ഉള്ളത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നില്ല. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണത്. കാര്യം ഈ വണ്ടിക്ക് ഒരു ട്രക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോച്ച് ബസ്സിൻ്റെയോ ഹൈറ്റ് ഇല്ല. കാര്യം ഇവിടെ പല സ്ഥലത്തും ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ആയിട്ടുള്ള പാലങ്ങളും ടണൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് വിട്ട് പോകുമ്പോഴേക്കും നമ്മൾ അത് കൂടിയൊക്കെ വിടും. ആ എയർപോർട്ടിൽ അവർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ഡ്രോപ്പ് ആൻഡ് ലീവ്. അതായത് അവിടെ നിർത്തിയിട്ട് ലോഡിങ് അൺലോഡിങ് അതിന് നേരം സമയം ചിലവാക്കാൻ പറ്റാത്തൊരു സ്ഥലമായതുകൊണ്ട് അവിടെ നേരെ വലിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഹൈവേ ആയി. പിന്നെ ഹൈവേ കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു ചെറിയ റോഡ് കിട്ടിയപ്പോൾ ഞാൻ നിർത്തിയാണ്. വ്ളോഗ് ഇവിടെ തീരുന്നു. പുതിയ കണ്ടൻറ്റുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കുറേ വ്ളോഗ്സ് വീണ്ടും വരാം. നൈസ് ഒരു ഏരിയ ആയിട്ടത്. ഇതവിടെ ആ പാലം കടന്ന് ഇങ്ങടെ വന്ന് അവിടെ ഒരു എന്താണ് ഈ ബോട്ടിൻ്റെ ഡോക്കുകളൊക്കെ ഉണ്ട്. നല്ല സുഖം കാണാനായിട്ട്. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ.